കാണുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കുടുംബജീവിതമല്ല, അല്ലാഹുവേ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ദുനിയാവിൽ 5 നേരം നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് ഓതിവെച്ച ഒരായത്തിന്റെ അർത്ഥം പറഞ്ഞ് പിരിയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തു യാസീൻ പറയുകയാ, لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തില് ഒരു കുടുംബത്തെ കാണാ, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ പടച്ചവന്റെ സ്വർഗ്ഗത്തില് ചാരി കസേരയിൽ ഇരുന്നിട്ട് അവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗ്ഗത്തിന്റെ എല്ലാ കവാടങ്ങളിലൂടെ മലക്കുകൾ കടന്നു വരികയാ. എന്നിട്ട് ഈ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും നോക്കിയിട്ട് ആ മലക്കുകൾ പറയുന്ന സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവേ ആ കുടുംബത്തെ നോക്കിയിട്ട് സലാം പറയുകയാ. ആ സമയത്ത് മണ്ണാർക്കാട് ഒരുമിച്ച് കൂടിയ പെണ്ണ്, നിന്റെ കൂട്ടുകാരിയും ഭർത്താവും മക്കളും നാളെ സ്വർഗ്ഗത്തിൽ മലക്കുകൾ ബഹുമാനിക്കുന്ന ഒരു കുടുംബമായി അവിടെ ഇരുന്ന് ആസ്വദിക്കുന്നത് കാണുമ്പോ നീ ചോദിക്കും, പൊന്നിമോളെ എങ്ങനെയായി പ്രതിഫലം കിട്ടിയത്? നിങ്ങൾ മണ്ണാർക്കാട് ഒരു കൂരക്കകത്ത് കഴിഞ്ഞതുപോലെ സ്വർഗ്ഗത്തിലും ഒരുമിച്ചാണല്ലോ, എങ്ങനെ ഈ പ്രതിഫലം കിട്ടിയെന്ന് ചോദിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന എന്റെ പ്രിയ കൂട്ടുകാരനോട്, വിവാഹം കഴിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ 4 കാര്യങ്ങളുണ്ടോ? നാളെ സ്വർഗ്ഗത്തിലും ഇതുപോലെ തന്നെയാ. നാളെ സ്വർഗ്ഗത്തിലും നീയും നിന്റെ ഭാര്യയും മക്കളും ഒരുമിച്ച് കൂടുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അതിലെ 2 കാര്യങ്ങൾ ഞാൻ മണ്ണാർക്കാട് വഅദ് പറഞ്ഞു. നാളെ സ്വർഗ്ഗത്തില് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് കൂടാനുള്ള 2 കാര്യങ്ങൾ എന്റെ പ്രിയമുള്ളവരെ ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു. അന്ന് പറയാൻ ബാക്കി വെച്ച 2 കാര്യങ്ങൾ കൂടെയുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു പിരിയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നാളെ പടച്ചവന്റെ സ്വർഗ്ഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരിക്കുകയാ. അവരോട് ചോദിക്കും, എങ്ങനെ ഈ പ്രതിഫലം കിട്ടി? എങ്ങനെയാ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞത്? അവര് പറയുന്നു ഒന്നാമതായി പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദൂ ഇന്നഹു ഹുവൽ ബർറുർ റഹീം. വിവാഹം കഴിച്ച ഭർത്താക്കന്മാർ ഈ സദസ്സിലുണ്ടല്ലോ, എപ്പോഴും ദുആ ചെയ്യുന്നവരാണല്ലോ, എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവനാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ദുആ ചെയ്യുന്ന സമയത്ത് നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യാറുണ്ടോ? എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ഭാര്യമാരുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ് വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യോ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കടന്നു വരികയാണ്. എന്നിട്ട് 2 കൈയും ഉയർത്തിയിട്ട് അല്ലാഹുമ്മ ഗഫിർ ലി ആയിഷ, എന്റെ ആയിഷയ്ക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇവൾ അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഈ
പാവപ്പെട്ടവൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഇതുപോലെ ദുആ ചെയ്യുന്ന എത്ര ചെറുപ്പക്കാരുണ്ട്. പൊന്നുമോനെ, നിനക്ക് നിന്റെ വീടിനകത്ത് കിടന്ന് ഭക്ഷണം വെച്ചു തരുന്ന, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് രാത്രി 11 മണിയായാൽ വീടിനകത്ത് അടുക്കളയ്ക്കകത്തൊരു വേലക്കാരിയെ പോലെ കിടന്ന് കഷ്ടപ്പെടുന്ന, നിന്റെ മക്കളെ നോക്കുന്ന, നിന്റെ വസ്ത്രം കഴുകിത്തരുന്ന, അല്ലാഹുവേ നിസ്കാരപ്പായിൽ നിന്നിട്ട് പടച്ചവനെ എന്റെ ഭർത്താവിനെ കാക്കണേ 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 എന്ന് ദുആ ചെയ്യുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി പൊന്നുമോനെ എപ്പോഴെങ്കിലും നീ ദുആ ചെയ്യാറുണ്ടോ? നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവളാ. അല്ലാഹുവേ 8 മണിക്ക് വരേണ്ട ഭർത്താവിനെ കാണാനില്ല, ഭാര്യ വീട്ടിൽ കാത്തു നിൽക്കുകയാ. അവള് ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. വീട്ടിലുള്ള മറ്റുള്ളവരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങി. പാതിരാത്രി 10 മണിയായാൽ ആ പാവപ്പെട്ടവള് ഭക്ഷണവും വിളമ്പി വെച്ചിട്ട് നിന്നെയും കാത്ത് വീടിന്റെ വാതിലിൽ അല്ലാഹുവേ ടെൻഷൻ അടിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം പാതിരാത്രി 11 മണിക്ക് ഈ മണ്ണാർക്കാടുള്ള ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് വയറ് നിറച്ച തിന്നിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുകയാ. ഭാര്യതാ ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോ എനിക്കിന്ന് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞ് പോയി കിടക്കുമ്പോ ആ പാവപ്പെട്ടവളുണ്ടല്ലോ, അല്ലാഹുവേ അവളും ഭക്ഷണത്തിന്റെ മുന്നിൽ പോയി എന്റെ ഭർത്താവ് കഴിച്ചില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കുമ്പോ എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ. അതുകൊണ്ട് പൊന്നുമോനെ, എപ്പോ ദുആ ചെയ്താൽ റബ്ബിനോട് 2 കൈയും ഉയർത്തി ദുആ ചെയ്യുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, ഗൾഫ് നാടുകളിൽ കിടന്ന് അറബികളുടെ അടിമകളെ പോലെ രക്തം വിയാപ്പാക്കി ജോലി ചെയ്യുന്ന നിന്റെ ഭർത്താവിനെ മറക്കല്ലേ പൊന്നുമോള്. നിനക്കിത്തിരി പണം കൂടുമ്പോ, നിനക്കിത്തിരി സുഖം കൂടുമ്പോ, നിനക്കൊരു വലിയ വീടുണ്ടാകുമ്പോ, നിന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടാകുമ്പോ പ്രായമായ നിന്റെ ഭർത്താവിനെ മറന്നു പോകല്ലേ. ആ പാവപ്പെട്ടവന് വേണ്ടി ആത്മാർത്ഥമായി ദുആ